ഈ രാജ്യത്തെ എത്രയെത്ര പള്ളികൾ പൊളിക്കാൻ ആരും കടന്നു വരട്ടെ, നാം നിലകൊള്ളുന്ന നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എത്ര വലിയ ഭീഷണി ഉണ്ടാകട്ടെ, എത്ര വലിയ ദീനിന്റെ വിശ്വാസവും വിശ്വാസികളും നമ്മുടെ സഹോദരന്മാരും ചോദ്യം ചെയ്യപ്പെടട്ടെ, എത്ര വലിയ പീഡന പർവ്വങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരട്ടെ, യാതൊരു ഭയപ്പാടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടതില്ല. ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. ഇത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനം മാത്രമാണ്. പരിശുദ്ധമായ പള്ളികൾ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പടച്ചറബിന്റെ വിധിവിലക്കുകൾ പൂർവാധികം റാഹത്തായ നിലയിൽ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ അനുഭവങ്ങൾ നമുക്ക് കരുത്ത് തരുന്നത് മാത്രമാകട്ടെ. ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപകലുകളുടെ മാറിമറിയലുകളിൽ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ വലിയൊരു ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു ദൃഷ്ടാന്തമാ! ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ, രാപകലുകളുടെ മാറിമറിയലിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ചിന്തിക്കുന്ന ആളുകളിൽ അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആന്റെ പരാമർശം. ആരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. നിന്നും ഇരുന്നും കിടന്നും ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസികൾ, ആ വിശ്വാസികൾ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, പകലിന്റെയും രാത്രി പകലുകളുടെ മാറിമറിയലുകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം അവരറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, പടച്ചറബ്ബേ ഇത് വൃഥാവിനായിട്ടല്ല അല്ലാഹുവേ നീ സൃഷ്ടിച്ചത്. നീ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതമാണ് റബ്ബേ, അത്ഭുതമാണ്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധ ജുമുഅ ദിവസം ഇമാം ഉസ്താദ് ഓതാറുള്ള സൂറത്തുണ്ട്, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. എന്താ അതിന്റെ അർത്ഥം? അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അതിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിരിക്കുന്നത്? ആകാശലോകത്തേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് നോക്കുന്നില്ലേ? ഒരുപാട് വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കേദാരമാണ്, അത്യത്ഭുതങ്ങളുടെ കേദാരമാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്, അത്ഭുതങ്ങളിൽ ഒന്ന്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഒരിക്കല് പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് നടന്നു വരുമ്പോൾ വഴിയോരത്ത് വെച്ച് യഹൂദിയായ ഒരു സഹോദരൻ ചോദിച്ചു, എവിടേക്ക് പോവാ? പള്ളിയിലേക്ക് പോവാ. എന്തിനാ പോവാ? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഖുർആൻ കേൾക്കാൻ അല്ലേ? അതെ. എന്തായി ഖുർആൻ അലി? എന്താണ് അലിയെ ഖുർആൻ? എന്താണ് ഖുർആൻ എന്ന് വെച്ചപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ ഒന്ന് പമ്മി. നേരെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദൽ ഖുർആൻ, എന്താണ് നബി ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഞാൻ വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടു, അതിന്റെ ആൻസർ ഒറ്റ വാക്കിൽ, എന്താ ഖുർആൻ? ലോകത്തിന്നേവരെയും ഇതുപോലൊരു നിർവചനം ഒരു വിഷയത്തിൽ ഉണ്ടാവില്ല. ഒരു വേദങ്ങളെ കുറിച്ച് ഇതുപോലൊരു നിർവചനം ഉണ്ടാവില്ല. ലോകത്തിന്റെ അത്ഭുത പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറഞ്ഞു, യാ അലി, അൽ ഖുർആൻ ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും വഹുകുമു മാ ബൈനകും. എന്താ ഖുർആൻ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം എന്തെന്നറിയുമോ? ഫീഹി നബഉ മാ ഖബ്ലകും, കഴിഞ്ഞു പോയ ജനതകളുടെ ഒരുപാട് ജനതകളുടെ ചരിത്രങ്ങൾ, അവരുടെ സ്മരണകൾ, അവരുടെ ഓർമ്മകൾ, അവരുടെ പാഠങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. ഇനി ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങളുടെ പ്രവചനങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായി, കൺഫ്യൂഷൻ ഉണ്ടായാൽ, അത് പരിഹരിക്കാനുള്ള പരിഹാരത്തിന്റെ മാർഗവും അതിന്റെ ഉള്ളിലുണ്ട്. ഉറപ്പാണ്, ഉറപ്പാ. ഇതുപോലൊരു ഗ്രന്ഥം എവിടെയാണുള്ളത്? പരിശുദ്ധ ഖുർആൻ.
വിശുദ്ധ റമദാൻ കടന്നു വരുന്നു, ഖുർആനിന്റെ മാസമെന്ന് നമ്മൾ പറയാറുണ്ട്. പരിശുദ്ധ റമദാൻ എന്ന മാസത്തിന്റെ പവിത്രത എന്താ? ആ റമദാൻ എന്ന മാസത്തിന്റെ പവിത്രത ഖുർആനിന്റെ അവതരണമാണ്. ആ ഖുർആൻ അവതരിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. ആ ഖുർആൻ അവതരിച്ച രാത്രി ഉൾക്കൊള്ളുന്ന മാസം റമദാൻ ആയതുകൊണ്ട് പരിശുദ്ധ റമദാൻ ഇത്രമാത്രം ഫളലുകൾ ഉണ്ടായതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഫളീലത്തിന്റെ കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇതുപോലൊരു ഗ്രന്ഥം ലോകത്ത് ഇറങ്ങിയിട്ടില്ല. ആ ഖുർആൻ ഹബീബുനാ റസൂലുള്ളാഹി ആ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോകത്ത് ആദം നബി അതിനു മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സർവ്വചരാചരങ്ങളുടെയും ഉൽപ്പത്തിക്കും അപ്പുറമുള്ള ലോകത്തിന്റെ തുടക്കം അല്ലാഹ് അല്ലാത്തത് എന്ത് എവിടെ തുടങ്ങിയോ അത് മുതലുള്ള ചരിത്രം, അത് മുതലുള്ള പരാമർശങ്ങൾ, ലോകം എന്നൊരു കാലത്ത് അവസാനിക്കുമോ ആ അവസാനം കഴിഞ്ഞാൽ ലോകത്തിന്റെ പര്യവസാനത്തിൽ പടച്ചറപ്പിന്റെ തഖ്ദീറിൽ എന്താണോ ഉള്ളത് അതുവരെയുള്ള വിഷയങ്ങൾ, ഈ ലോകത്ത് സഞ്ചരിച്ചു പോകുന്ന നമുക്കിടയിൽ വരുന്ന ഏതെല്ലാം പ്രതിസന്ധികളുടെ പ്രാരാബ്ധങ്ങളുടെ വിഷയങ്ങൾ വരുന്നു അതിന്റെ എല്ലാത്തിന്റെയും പരിഹാര മാർഗങ്ങൾ ഇതൊക്കെയും ഉൾക്കൊള്ളുന്ന ലോകം കണ്ട ഒരേ ഒരു വേദമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ, ആ അനുഗ്രഹീതമായ വേദം, ആ വേദഗ്രന്ഥം അവതരിച്ച പരിശുദ്ധ റമദാൻ, അതിലേക്കാണ് നമ്മൾ എത്തുക. ആ ഖുർആൻ വിശ്വാസികളോട് സംവദിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോട് മാത്രമല്ല. ഒരു എഞ്ചിനീയർ പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം അയാൾ പാരായണം ചെയ്യുകയാണ്, പഠിക്കുകയാണ്. അയാൾ ആദ്യാവസാനം ഖുർആനിനെ വിശദമായി വിചിന്തനം ചെയ്ത് കടന്നുപോയാൽ അയാൾ പറയും, പടച്ച റബ്ബേ, ഇത് ആത്മീയതയുടെ ഗ്രന്ഥം മാത്രമല്ല, വർഷങ്ങളോളം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച എല്ലാ എഞ്ചിനീയറിംഗിന്റെയും ആകത്തുക ഇതിന്റെ ഉള്ളിലുണ്ട് റബ്ബേ എന്നവർ പറയും. ഒരു ഹിസ്റ്റോറിയൻ ഇത് പഠിച്ചാൽ പറയും, പടച്ച റബ്ബേ, ഞാൻ പഠിച്ച ചരിത്രത്തിന്റെ വിശാലമായ പഠനങ്ങളുടെ ലോകം, ലോകത്തിന്റെ കൈപിടിച്ചുയർത്തുന്ന ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് ഹിസ്റ്റോറിയൻ പറയും. ഒരു സുവോളജിസ്റ്റ് നോക്കിയാൽ പറയും, ഇത് അത്ഭുതകരമായ ജന്തുജാലങ്ങളുടെ ലോകത്തിനെ കുറിച്ച് പഠിക്കാൻ ലോകത്തിനെ മാടി വിളിക്കുന്ന വേദമാണല്ലോ ഇതെന്ന് പറയും. കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പരിഹാരം കാണാത്ത പ്രതിസന്ധികളിൽ കിടന്നുടലുന്ന ഒരു വിശ്വാസി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് പടച്ച റബ്ബേ, നിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടവനാണ് ഞാൻ, ഈ പ്രതിസന്ധിയിൽ എന്റെ പരിഹാരം എന്താണ് അല്ലാഹ് അതറിയാനൊന്ന് പരിശുദ്ധ ഖുർആൻ എടുത്ത് നിവർത്തി നോക്കിയേ. അത്ഭുതമേ അത്ഭുതം. ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഏതൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെ അവൻ പരീക്ഷണത്തിന്റെ പാരമ്യതയിൽ നിൽക്കും. അവൻ നേരെ പള്ളിയിൽ വന്നല്ലെങ്കിൽ വീട്ടിലെ മുസല്ലയിലേക്ക് കയറി, ഉമ്മമാര് സഹോദരിമാരെ വീട്ടിലെ മുസല്ലയിലേക്ക് കയറി 2 റക്അത്ത് ഹാജത്തിന്റെ ഇസ്തിഖാറത്തിന്റെ നമസ്കാരം നിർവഹിച്ച ശേഷം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്ത് നിവർത്തി ഒന്ന് നോക്കണേ. ആദ്യമായി അവന്റെ കണ്ണ് പതിയുന്നത് അവൻ എത്തപ്പെട്ടിരിക്കുന്ന, അവൻ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി എന്താണോ ആ പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന വചനമായിരിക്കും അവന്റെ കണ്ണിലേക്ക് ആദ്യമായി പതിക്കുന്നതെങ്കിൽ ഇത് ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുപോലെ ഒരു ഗ്രന്ഥം മറ്റൊന്നില്ല. ആ പരിശുദ്ധ ഖുർആൻ അറബ് ജനതയോട് ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഒട്ടകത്തെ നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ചെമ്പൂര് താമസിക്കുന്ന എന്റെ ഒരു സുഹൃത്തിനോട്, ഷാജിക്കാടത്ത് ഞാൻ ചോദിക്കുക, കോഴിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിനെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, പശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിനെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, തിരിച്ചപ്പോ മനസ്സിൽ നിന്നൊരു ചോദ്യം വരും, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പുള്ളിക്ക് എന്തെങ്കിലും പറ്റിയോ? ഒരു സംശയം തോന്നൂല്ലേ? ആരോടായി ചോദിക്കുക? ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിനെങ്ങനെയാണ് പടയ്ക്കപ്പെട്ടിരിക്കുന്നത് നോക്കുന്നില്ലേ? ആരോടാ ചോദിക്കുക? ഒട്ടകത്തിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ജീവിതമേ ഒട്ടകത്തിനോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരോട് ചോദിക്കുക, ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ, നോക്കുന്നില്ലേ? ഒട്ടകത്തിനെ കാണാത്ത കൗമാത് മറുപടി നമ്മളോടാണ് ചോദിക്കുകയാണെങ്കിൽ, ആ പടച്ചോനെ ഞാൻ കണ്ടിട്ടുണ്ട്, 4 കാലുണ്ട്, മേലെ ഒരു പൂഞ്ഞയുണ്ട്, കഴുത്തിനൊരു നീളമുണ്ട്, കാണാൻ നല്ല വലിപ്പമുള്ള സാധനമോ, അറക്കാൻ നേരത്ത് മറ്റു മൃഗങ്ങളെ പോലെ തള്ളിയിടാൻ പറ്റത്തില്ല, അത് നിന്ന് തരും, അങ്ങനെ അറുത്തിടണം, അങ്ങനെ കൊള്ളാവുന്ന നല്ലൊരു സാധനമോ എന്ന് നമ്മൾ പറയും അല്ലേ? അങ്ങനത്തെ ഒരു ആൻസർ ആണോ അല്ലാഹ് ചോദിക്കുക? ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിങ്ങൾ ഈ സഞ്ചരിക്കുന്ന ഈ ഭൂമി വിധാനിക്കപ്പെട്ടിരിക്കുന്ന ഇതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നില്ലേ?
പരിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. ഖുർആൻ ആ വിഷയമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സമകാലിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഒരു പ്രതീക്ഷ നൽകുവാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ചത്. വിശദീകരിച്ചു പോകാൻ നേരം അള്ളാഹുവിന്റെ ഖുർആൻ ആയാത്തുകൾ ചർച്ചകളുടെ പര്യവസാനം പടച്ചറപ്പിങ്ങനെ ചിന്താമണ്ഡലങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എൻഡ്, അങ്ങനെയുള്ള ആയാത്തുകൾ അവസാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്നില്ല, തല വർക്ക് ചെയ്യുന്നില്ല, മൂള പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന ചോദ്യം. ഇനി ഒന്നുകൂടെ നളറ എന്ന പദം, നോക്കുക കാണുക എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബസറ എന്ന് പറഞ്ഞാലും കാണുക എന്ന് തന്നെ അർത്ഥം, റഅ എന്ന് പറഞ്ഞാലും കാണുക എന്ന് തന്നെ അർത്ഥം. പക്ഷെ അല്ലാഹ് ഇവിടെ ഉപയോഗിച്ചത് നളറ എന്ന പദം. എന്താ അതിന്റെ പ്രത്യേകത? നളറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കലല്ല, കാഴ്ച ബംഗ്ലാവിൽ പോയിട്ട് നോക്കലല്ല നളറ എന്ന് പറഞ്ഞാൽ. പിന്നെ നിരീക്ഷണ ബുദ്ധിയോടെ, റിസർച്ച് മെന്റാലിറ്റിയോടെ ഈ സാധനത്തിനെ നിങ്ങൾ നോക്കുന്നില്ലേ എന്നാ ചോദ്യം. റിസർച്ച് മെന്റാലിറ്റിയോടെ ഈ മൃഗത്തിനെ വെറുതെ കേവലം ആ കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്, പുറത്ത് നല്ല പൂടയുണ്ട്, ഈ രൂപത്തിൽ നോക്കലല്ല. പിന്നെയോ ഇതിൽ എന്തൊക്കെയാ അത്ഭുതങ്ങൾ ഉള്ളത്, ഇതൊരു സാധാരണ ജീവിയാണോ അല്ലയോ എന്ന് മരുഭൂമിയിലെ കപ്പൽ എന്ന അവസാനം കണ്ടെത്തിയ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ ഒരു കണ്ടെത്തലുണ്ടല്ലോ, ആ കണ്ടെത്തലിനെ കുറിച്ച് നോക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. സുവോളജി സയൻസിനെ കുറിച്ച് നിങ്ങൾ നോക്കുന്നില്ലേ? ലോകത്ത് സുവോളജി സയൻസ് വികസിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടില്ല. 14ാം നൂറ്റാണ്ട് മുമ്പ് ലോകത്തോട് ക്ഷണിക്കുകയാണ്, നിങ്ങൾ ജന്തു ലോകത്തിലേക്ക് കടന്നു വരുന്നില്ലേ, ആ ജന്തു ലോകത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആരാ ഇത് പഠിപ്പിച്ചു? ആകാശലോകത്തിലേക്ക് നോക്കുന്നില്ലേ? വാന നിരീക്ഷണത്തിന്റെ വാനശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഈ ആകാശ സീമകളെ കടന്നുകൊണ്ട് മറ്റൊരു ലോകമുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയും. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ആകാശസീമ കടന്നു പോകാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ച് പരിശ്രമിച്ചാൽ അത് കഴിയും. സുൽത്താൻ പടച്ചറപ്പിന്റെ അനുമതി ഉണ്ടെങ്കിൽ, അവന്റെ തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും. ഏതായിരുന്നു അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നാണ്. ഈ ഭൂമിയെ കുറിച്ച്, ജിയോഗ്രഫിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. ശാസ്ത്രവും ഖുർആനും എന്റെ വിഷയമല്ലാത്തത് ഞാൻ പോകും.